മാലാഖ നിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖ നിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 25-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 25 ദിവസമായിട്ട് നമ്മളൊരു ട്രാക്കിലാണ്, ഒരു ശീലത്തിൽ നമ്മളായിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാം മനസ്സിലാകുന്നുണ്ട്, ഇത്ര ലളിതമായിരുന്നോ കാര്യങ്ങൾ, എല്ലാം മനസ്സിലാകുന്നു, കേട്ടിരിക്കുന്ന നേരത്ത് ഓക്കെയാണ് അല്ലേ, അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്തൊരു അപകടം ഉള്ളതെന്നറിയാമോ? ഇത്തരം വിഷയങ്ങൾ ദിവസത്തിൻ്റെ ഒരു 10-15 മിനിറ്റ് മാത്രം കേട്ട് പിന്നെ നമ്മൾ അതുമായിട്ട് ഒരു ടച്ചിലല്ലാതെ ജീവിച്ചാൽ ഇത് പോകും. ഇത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും, നമ്മുടെ പ്രാക്ടീസിൽ നിന്നും മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വർക്ക് തരാം. ഇനിയുള്ള മിച്ചമുള്ള ദിവസങ്ങളെങ്കിലും ശീലിക്കണം, അല്ലെങ്കിൽ പുറകോട്ട് പോയി ശീലിച്ചാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാലേ, നമ്മൾ എന്തുമാത്രം സംസാരിക്കുന്നുണ്ട് പരസ്പരം.
ഒഴിവ് സമയമൊക്കെ നമുക്കൊക്കെ ഉണ്ട്, തിരക്കാന്നൊക്കെ പറഞ്ഞാലും നമുക്കൊക്കെ ഈ ഫ്രീ ടോക്കിന് നേരം കിട്ടാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യം, ഈ വിഷയങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ വിയോജിപ്പൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല, സ്വാഭാവികമാണ്, ഞാനത് മനസ്സിലാക്കുന്നു, അത് സാരമില്ല. എങ്കിലും ഈ വിഷയങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അത് വീട്ടിൽ സംസാര വിഷയമാകട്ടെ. ഇതൊരാൾ ഒറ്റയ്ക്ക് തലേ കയറ്റിട്ട് ആ കേട്ട നേരത്തൊരു സുഖം അത് പോരാ. നിങ്ങൾക്ക് നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൂടെ കിട്ടിക്കഴിയുമ്പോഴാണ് ഇത് ആക്ഷനിലേക്ക് മാറുന്നത്, പ്രവൃത്തിയിലേക്ക്. അതുകൊണ്ട് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും ഈ വിഷയത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് മോണോലോഗാണ്, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. അതുപോരാ, ഇത് ഡയലോഗിലേക്ക് വരണം. നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഓരോ ഫലവും നിങ്ങൾക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഡിസ്കഷൻ ഇടണം. അത് വീടാകാം, ചിലപ്പോൾ ഓഫീസിലൊക്കെ നമ്മളോട് ഒരേ ചിന്താഗതി ഉള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർ, അത് നമ്മുടെ വിശ്വാസത്തിലുള്ളവരായിരിക്കണമെന്ന് പോലും ഇല്ല. അല്ലാത്തവരോട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇതിനകത്ത് ആരെയും നമ്മൾ പിടിച്ച് ക്രിസ്ത്യാനിയാക്കുന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൂടെ ആനന്ദത്തെക്കുറിച്ച്? ഞങ്ങൾ ആനന്ദത്തെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അങ്ങനെ ഡയലോഗുകൾ ഉണ്ടാകണം ഇനിയുള്ള കാലത്ത്. കാരണം ഉണ്ടല്ലോ, വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു കാലത്ത് നമ്മളിനി ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരത്തിലേക്ക് വരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു? ഫലങ്ങളിൽ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ. നന്മയെ നമ്മൾ മനസ്സിലാക്കിയത് ഇറ്റ്സ് ജനറോസിറ്റി, ഉദാരതയാണ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശ്വസ്തതയാണ്. വിശ്വസ്തത. ഇനി വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, 3 എണ്ണം കൂടിയാണ് ഇന്നത്തെ ഉൾപ്പെടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചിന്തിക്കാനുള്ളത്. വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ അത് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യം ഞാൻ വേഗം പറയാം. ഒന്നാമത്തെ കാര്യം, വിശ്വാസവും വിശ്വസ്തതയും വ്യത്യാസമുണ്ട്. വിശ്വാസം ഈസ് ഫെയ്ത്ത്, വിശ്വസ്തത ഫെയ്ത്ത്ഫുൾനെസ്. ഇനി അടുത്ത കാര്യം, വിശ്വസിക്കാൻ എളുപ്പമാണ്, വിശ്വസ്തനായിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഈസി ടു ബിലീവ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ബി ഫെയ്ത്ത്ഫുൾ. ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണേ. നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളൊക്കെ പറയുന്നില്ലേ, കർത്താവേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നമ്മൾ ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ വിശ്വാസ പ്രമാണം ചെല്ലുന്നില്ലേ? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നല്ല ഭംഗിയായിട്ട് അങ്ങനെ ചൊല്ലി ആളെ വിളിച്ചിങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കണം, ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട്, ചേട്ടൻ വിശ്വസ്തനാണോ? പ്രശ്നമാണ്. വിശ്വസ്തയായിരിക്കുക എന്നത് എളുപ്പമല്ല. അതിന് നമ്മൾ കുറേ കൂടെ നമ്മളെ അങ്ങോട്ട് പറിച്ചു കൊടുക്കണം ഈശോയിലേക്ക്, എന്നാലേ പറ്റൂ. ഞാൻ വിശ്വാസത്തെ കുറച്ച് പറയല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ വരരുത്. ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ മോണോലോഗുകളിൽ അത്തരം അപകടമുണ്ട്. ഞാൻ മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ, നിങ്ങളുടെ ചോദ്യം ചോദിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ലല്ലോ. വിശ്വാസം കുറവാന്നല്ല പറയുന്നത്, വിശ്വാസം പ്രധാനപ്പെട്ടതാണ്, ദൈവിക പുണ്യങ്ങളിലൊന്നാണ് വിശ്വാസം. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ വിശ്വസ്തത പാലിക്കാൻ പറ്റണം ദൈവത്തോട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി തരുന്നത്, അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവല്ലേ അബ്രാഹം. അബ്രാഹത്തിൻ്റെ ലൈഫിൻ്റെ ആദ്യത്തെ ഫേസിൽ അബ്രാഹം വിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസിയാണ് അബ്രാഹം. അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അബ്രാഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബലിപീഠം പണിതു, കർത്താവിന് ബലിയർപ്പിച്ചു. നോക്കിക്കേ, നല്ല വിശ്വാസിയാണ്. പക്ഷെ അബ്രാഹം ആദ്യ ഘട്ടത്തിൽ അബ്രാഹവും സാറായും അത്ര വിശ്വസ്തരല്ലായിരുന്നു ദൈവത്തോട്. വിശ്വാസികളായിരുന്നു, വിശ്വസ്തരല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വന്തം പദ്ധതികൾ തേടിപ്പോയത്. മക്കളില്ലായിരുന്നു അവർക്ക്,
മക്കളുണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട് വിശ്വസ്തത പാലിച്ചില്ല, ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പം എന്ത് ചെയ്തു? ഇപ്പുറത്ത് ഹാഗാറിനെ തപ്പിയെടുത്തു സാറ, സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കി. അങ്ങനെ വിശ്വസ്തതയിൽ വീഴ്ച വന്നു. ആ അബ്രാഹമാണ് പിന്നെ വിശ്വസ്തതയുടെ ആൾരൂപമായിട്ട് മാറുന്നത്. ദൈവം ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. ആ കുഞ്ഞിനെ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ആ കുഞ്ഞുമായിട്ട്, ഇസഹാക്കുമായിട്ട് ഈ അബ്രാഹം മോറിയാ മല കയറുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രൂവ്സ് ദാറ്റ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാണ്. അവൻ കേവല വിശ്വാസി മാത്രമല്ല, അവൻ വിശ്വസ്തനുമാണ്. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ഈ അന്തരമുണ്ട്, അത് ചുരുക്കണം, അത് കുറച്ചുകൊണ്ട് വരണം. എന്ത്? വിശ്വാസവും വിശ്വസ്തതയും തമ്മിലുള്ള അന്തരമുണ്ട്. വിശ്വാസിയാണെന്ന് പറയുകയും ദൈവത്തോട് വിശ്വസ്തത പാലിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന അപകടത്തെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഈ വിശ്വസ്തത ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഈ വിശ്വാസമുണ്ടല്ലോ, വിശ്വാസം ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ നമ്മുടെ ശാലോമിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. വിശ്വാസം 3 ലെയറാണ്, 3 തട്ടായിട്ടാണ് വിശ്വാസം. അതിൻ്റെ നിലവാരം വെച്ച് 3 തട്ടായിട്ട് വിശ്വാസത്തെ മനസ്സിലാക്കാൻ പറ്റും. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തട്ട് എന്തെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടി, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കാൻ ആർക്കും പറ്റും, എളുപ്പമാണ്. എന്ത് രസമുള്ള വിശ്വാസമാണ് നോക്കിക്കേ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഉദാഹരണമാണ്, കർത്താവേ എൻ്റെ രോഗം മാറണമേ, എൻ്റെ രോഗം മാറി, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ നിലവാരമാണ്. അടുത്തത് സെക്കൻഡ് ലെയർ എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല, അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചത്? ഇതേ ഉദാഹരണം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ രോഗം മാറ്റണമേ, എൻ്റെ രോഗം മാറിയില്ല, അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം വിശ്വസ്തതയാണ്. ഈ വിശ്വാസം വിശ്വസ്തതയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തന്നില്ലെങ്കിലും എൻ്റെ കർത്താവിനോട് ഞാൻ വിശ്വസ്തനായിരിക്കും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വളരുകയാണ്. അടുത്തത് മൂന്നാമത്തെ തലം എന്തെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ വിപരീതമായത് സംഭവിക്കുന്നു, അപ്പോഴും സ്റ്റിൽ ഐ ബിലീവ്. ഈ ഉദാഹരണം എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, എന്ത് പ്രാർത്ഥിച്ചു? എൻ്റെ രോഗം മാറ്റണേ കർത്താവേ. എൻ്റെ രോഗം മാറിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ രോഗം കൂടുതൽ വഷളാകുന്നു. അപ്പോഴും വിശ്വസിക്കാൻ പറ്റുമോ? അതിൻ്റെ പേരാണ് വിശ്വസ്തത. കർത്താവിനോട് എപ്പോഴും വിശ്വസ്തരായി ജീവിക്കുക. ഇത് ഈ അന്തരം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ 3 തലം, ഇത് നമ്മൾ ശരിക്കും അസസ് ചെയ്യണം. എൻ്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലവാരം ഏതിനകത്ത് വരുമെന്ന് നോക്കിക്കേ. ഇന്ന് ഈ ആൾക്കൂട്ടം മുഴുവൻ, ഇതെന്തുമാത്രം ആളുകളാണ് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നത്, എന്തുമാത്രം പേരാ ഇപ്പോൾ ഈ ശാലോം TV-യിലൂടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വിമല നക്ഷത്രത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അസസ് ചെയ്യണം. ഏത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടി, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലവാരത്തിലാണോ ഇപ്പോഴും? സ്റ്റാർട്ടിങ് അത് ഓക്കെയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടി, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് ഓക്കെ. അവിടെ തന്നെ അവസാനിച്ചു പോകരുത്. അടുത്ത ഘട്ടം, ഞാനൊരു കാര്യം എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല, പക്ഷെ അപ്പോഴും എൻ്റെ വിശ്വാസം അണുവിട ചലിക്കില്ല. അടുത്തത്, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ വഷളായി, അപ്പോഴും ഞാൻ പള്ളിയിൽ പോകും, അപ്പോഴും ഞാൻ കൊന്ത ചെല്ലും, അപ്പോഴും ഞാൻ ബൈബിൾ വായിക്കും, അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിൻ്റെതായിരിക്കും. അതിൻ്റെ പേരാണ് വിശ്വസ്തത. അതിൻ്റെ പേരാണ് വിശ്വസ്തത. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ വിശ്വസ്തത ആവശ്യമുണ്ട്. വിശ്വസ്തത, കർത്താവിനോട് വിശ്വസ്തരായിരിക്കാൻ, കർത്താവിനോട് ഇത്രമേൽ നമ്മുടെ മേൽ കരുണ ചൊരിയുന്ന, അവൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന കർത്താവിനോട് വിശ്വസ്തരായി ശീലിക്കുമ്പോഴാണ് നമുക്ക് പരസ്പരം വിശ്വസ്തത ഉണ്ടാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കണം. മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട് വിശ്വസ്തരായിരിക്കണം. ഒരു ട്രസ്റ്റ് ഫീൽ, ഫെയ്ത്ത്ഫുൾനെസ് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഇത് കുറച്ചുകൂടെ ഇനി ദാമ്പത്യ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ദൈവവുമായുള്ള വിശ്വസ്തതയെ മനസ്സിലാക്കാൻ പറ്റും.
ഞാൻ വളരെ പച്ചയ്ക്ക് പറയുക നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഭാര്യ ഭർത്താവ് ബന്ധം. ഈ ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തനായ ഭർത്താവാണെന്ന് വിചാരിക്കുക. ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇയാൾക്കൊരു പാപത്തിൻ്റെ ഓഫർ. ഇയാളൊരു മറ്റൊരു സ്ത്രീ എന്ന് തന്നെ വിചാരിച്ചോ, ഒരു ഓഫർ. ഇയാൾ ആ സ്ത്രീയോട് നോ പറയണമെങ്കിൽ ഇയാൾക്ക് എന്ത് ഗുണമുണ്ടാകണം? ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. ഇതേപോലെ തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്, പക്ഷേ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ പാടാണ്. വിശ്വാസി രാവിലെ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാപ പ്രലോഭനം വരും, ഒരു ഓഫർ വരും, ഈ ലോകത്തിൻ്റെ കൗതുകം മുമ്പിൽ വരും, ഒരു പുതിയ ശീലം മുമ്പിൽ വരും, ഒരു പുതിയ അട്രാക്ഷൻ മുമ്പിൽ വരും. ആ നേരത്ത് അതിനോട് നോ പറയണമെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം? കർത്താവിനോട് വിശ്വസ്തത ഉണ്ടാകണം. കർത്താവിനോട്, എൻ്റെ ഉടയവനോട് വിശ്വസ്തത ഉണ്ടാകണം. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത്, ഇന്നത്തെ പ്രവൃത്തി, ഇന്നത്തെ ഹോംവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവത്തോട് വിശ്വസ്തത പാലിക്കാൻ കഴിയാതെ പോയ നേരങ്ങളെ ഓർത്തെടുക്കണം. അതായത് വിശ്വാസിയാണെന്ന് പറയുകയും വിശ്വസ്തത പാലിക്കാൻ പറ്റാതെ പോവുകയും ചെയ്ത നേരങ്ങളെ ഓർത്തെടുക്കണം. ചിലപ്പോൾ ഉണ്ടല്ലോ, രാവിലെ കുർബാന അർപ്പിച്ചിട്ടായിരിക്കും പോയി കള്ളക്കച്ചവടം നടത്തുന്നത്. അപ്പോൾ എന്താണ്? രാവിലെ 7 മണിക്ക് നീ വിശ്വാസിയായിരുന്നു, ഉച്ചയ്ക്ക് 11 മണിയായപ്പോൾ നീ അവിശ്വസ്തനായി. വിശ്വാസിയായിരിക്കുകയും വിശ്വസ്തത പാലിക്കാൻ പറ്റാതെ പോവുകയും ചെയ്ത നേരങ്ങളെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം. ഒപ്പം നമ്മുടെ ബന്ധങ്ങളിലെ വിശ്വസ്തതയെ വിലയിരുത്തണം. ബന്ധങ്ങളിലെ വിശ്വസ്തതയെ വിലയിരുത്തണം. നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല. വിശ്വസ്തത അത് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റാണ്, പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാനമെന്നതുപോലെ ഇരുകൈയും നീട്ടി വാങ്ങിച്ചെടുക്കണം. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, കേവല വിശ്വാസിയായി ചുരുങ്ങിപ്പോയാൽ പോരാ, ഞങ്ങൾക്ക് വിശ്വസ്തരാകണം. അത് നിന്നോടും പരസ്പര ബന്ധത്തിലും വിശ്വസ്തത പാലിക്കാൻ കൃപ നൽകണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ കഴിയാത്ത നേരങ്ങളെ ഓർത്തെടുത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുക. യേശുനാഥനെ അങ്ങേക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഈശനാഥനേ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. 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 ഈശോയെ, പിതാവിൻ്റെ തിരുഹിതത്തോട് എന്നേരവും വിശ്വസ്തനായിരുന്നവനെ, നിനക്ക് ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ
ദിവ്യകാരുണ്യ തിരുമുഖത്തേക്ക് നോക്കി ആത്മനാ നിന്നെ ആരാധിക്കും നിന്റെ ജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഈ ദിവസം ഈ നേരത്തെ ഇവരെ അലട്ടുന്ന ആകുലതകൾ കർത്താവെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ നീ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത് വിശ്വസ്തത എന്ന പരിശുദ്ധാത്മ ഫലത്തെക്കുറിച്ചാണ്. കർത്താവെ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു, വിശ്വാസിയായിരിക്കാൻ എളുപ്പമാണ്, വിശ്വസ്തരായിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ഞങ്ങൾക്കുമൊക്കെ ആ പിഴവ് പറ്റുന്നുണ്ട്. ഞങ്ങളൊക്കെ വിശ്വാസികളാണ് കർത്താവേ. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു നീ സത്യമായും ദൈവമാണെന്ന്, നീ ഞങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനുമാണെന്ന്, നീ ഞങ്ങളെ വീണ്ടെടുത്തുവെന്ന്, നിന്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നീ ഞങ്ങൾക്കായി രക്ഷ പകർന്നു തന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോഴും നിന്നോട് വിശ്വസ്തരാണോ ഞങ്ങൾ എന്ന ചോദ്യം ഞങ്ങളെ പൊള്ളിക്കുന്നുണ്ട് കർത്താവേ. അത്രയൊന്നും വിശ്വസ്തരല്ല ഞങ്ങൾ എന്നതാണ് നേര്. വിശ്വസ്തരായി ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല കർത്താവേ. എപ്പോഴും നിന്നെക്കുറിച്ച് ചിന്ത ഉണ്ടാകണം. അപ്പോഴാണല്ലോ വിശ്വസ്തരായി ജീവിക്കാൻ പറ്റുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നെന്നോ, ദേവാലയത്തിലും പ്രാർത്ഥനയുടെ ഇടങ്ങളിലും മാത്രം ഞങ്ങൾ നിന്നെക്കുറിച്ച് ചിന്തിക്കും. അതിന് പുറത്ത് ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ നിന്നെ ഞങ്ങൾ ഓർക്കാറില്ല. നിന്നെ അറിയാത്തവരെ പോലെ ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ അവിശ്വസ്തത കാണിക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സദാ നിന്നെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകട്ടെ ഞങ്ങളിൽ. ഓരോ വാക്കിലും, ഓരോ ഇടപെടലും, ഓരോ പ്രവൃത്തിയിലും നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങൾ ചെയ്യട്ടെ. അപ്പോഴാണല്ലോ ഞങ്ങൾ നിന്നോട് വിശ്വസ്തരായി ജീവിക്കുന്നത്. കർത്താവേ, വിശ്വസ്തരായിരിക്കുക, നിന്നെപ്പോലെ അന്ത്യം വരെയും കുരിശോളം പിതാവിനോട് നീ വിശ്വസ്തനായിരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും അന്ത്യം വരെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമ്പോഴും എല്ലാം സുഖകരമായി പോകുമ്പോഴും മാത്രമല്ല കർത്താവേ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത നേരങ്ങളിലും സ്വർഗം അതിൻ്റെ നിശബ്ദത കൊണ്ട് എന്നെ പരീക്ഷിക്കുമ്പോഴും കർത്താവേ, ചില നേരങ്ങളിൽ നീ എന്നോട് ശത്രുവിനോടെന്ന പോലെ പെരുമാറുന്ന അനുഭവം എനിക്കുണ്ടാകുമ്പോഴും, പ്രാർത്ഥിച്ചതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും, അപ്പോഴും നിന്നോട് വിശ്വസ്തരായിരിക്കുവാൻ, നിനക്കെന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്നും അത് നാശത്തിനല്ല ക്ഷേമത്തിനാണെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ ആയിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ, നിന്നെ നിഷേധിച്ച് പറയാതിരിക്കുവാൻ, പ്രാർത്ഥനകൾ ഉപേക്ഷിച്ച് കളയാതിരിക്കുവാൻ, വിശ്വാസം കൈവിട്ടു പോകാതിരിക്കാൻ, എന്നേരവും നിന്നോട് വിശ്വസ്തരായിരിക്കുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് കർത്താവിനോട് കലഹിച്ച് അകലം പാലിച്ച് പ്രാർത്ഥനകളിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്നൊക്കെ ദൂരത്തായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവർക്ക് നീ ആ വെളിച്ചം കൊടുക്കണമേ. പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോഴും വിശ്വസ്തരായിരിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി കൂടെ ഈ നേരത്ത് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായി ജീവിപ്പാൻ, വിശുദ്ധി തികച്ചിടുവാൻ, എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശ്വസ്തനായി ജീവിപ്പാൻ, വിശുദ്ധിയെ തികച്ചിടുവാൻ,
എന്നോട്ടം ഓടിത്തീകപ്പാ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിൻ്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വലോകരാജ്ഞിയാകുമമ്മേ, രക്ഷകന്റെ ജനനിയാകുമമ്മേ,